മസ്ജിദ് ഷജറ എന്ന് പറഞ്ഞാൽ മരം എന്നാണ്. ഒരിക്കൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹജ്ജ് പ്രദേശത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണം, അന്ന് ഇസ്ലാം മത പ്രബോധനം നടത്തിയാൽ ഏറ് വരുന്ന ഒരു കാലമാണ്, പീഡനങ്ങൾ വരുന്ന കാലഘട്ടമാണ്. ആ പീഡനങ്ങളൊക്കെ സഹിച്ച് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കണം. അതിൽ വല്ലാതെ വേദനകൾ സഹിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹി അങ്ങനെ ആഗ്രഹിക്കുകയാണ്, എന്തെങ്കിലും ഒരു അത്ഭുതം അല്ലാഹു ഇന്ന് കാണിച്ചു തന്നെങ്കിൽ. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഇറങ്ങുന്നത്. ഇറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെ ചോദിച്ചു എന്താണ് ആവശ്യം എന്ന്. അപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജിബ്രീലിനോട് പറഞ്ഞു, എനിക്ക് ഒരു അത്ഭുത ദൃഷ്ടാന്തം ഇന്ന് കാണിച്ചു തരണം. അള്ളാഹുവിനോട് നേരത്തെ പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ അരിനൽ യൗമ ആയത്തൻ ലാ ഉബാലി ബഅദ. പടച്ചോനെ, എനിക്ക് ഈ ശത്രുക്കളുടെ പീഡനങ്ങൾ പ്രശ്നമല്ല, എനിക്കൊന്നൊരു അത്ഭുതം കാണിച്ചുകൊണ്ട്. അങ്ങനെ ആ അത്ഭുതം ഞാൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു പ്രശ്നമില്ല. ആരിനെ വേദനിപ്പിച്ചാലും ആരിനെ ആക്രമിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല. ഒരു അത്ഭുതം എനിക്കിന്ന് കാണിച്ചു തരണം, എന്റെ മനസ്സിനൊരു സന്തോഷത്തിന് സമാധാനത്തിന് എന്ന് പറഞ്ഞപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നിൽക്കുന്നത് പറഞ്ഞു, നബി എന്താണ് ആവശ്യം? സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പറഞ്ഞു, ആ മരത്തിനെ വിളിക്കണമെങ്കിൽ ആ മരത്തിനെ വിളിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൈകൊണ്ട് ആ മരത്തിനെ വിളിക്കുകയാണ്. ആ മരം എങ്ങനെ ഒരു അനുസരണമുള്ള കുട്ടി നടന്നു വരുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് സലാം പറയാണ്, സലാം മടക്കുകയാണ്. ആ മരത്തിനോട് തിരിച്ചു പോകാൻ വേണ്ടി പറയാണ്. മരം അവിടെ തന്നെ പോയി നിൽക്കുകയാണ്. ചരിത്ര സംഭവം നടന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അജ്വൽ പ്രദേശത്തുള്ള ഈ പള്ളിക്ക് മസ്ജിദു ഷജറ എന്ന് പിന്നീട് പേര് വന്നു. പിൽക്കാലത്ത് വന്ന പള്ളിയാണ്. അൽഹംദുലില്ലാഹ്, ഷജറ പള്ളിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികില് മരങ്ങൾ വന്നിട്ട് സലാം പറയാന്ന് പറഞ്ഞാല്, അതുപോലെ തന്നെ കല്ലുകൾ സലാം പറയാ, ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ആ നബിയുടെ അരികിൽ വന്ന് വസ്തുക്കൾ സംസാരിച്ച, സലാം പറഞ്ഞ, സങ്കടങ്ങൾ പറഞ്ഞ സ്ഥലങ്ങൾ അതൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ്. ആ 1400 വർഷം മുമ്പുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ നബിയുടെ കാലഘട്ടം നമുക്ക് ഓർമ്മ വരികയാണ്. അല്ലാഹു ആ മുത്ത് നബിയുടെ കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. അത് മസ്ജിദ് ഷജറയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ചരിത്രമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്.